തീർച്ചയായും നേതാക്കൾ ഓരോരുത്തരായി മടങ്ങി തുടങ്ങുന്നു. മുഖ്യമന്ത്രി അടക്കമുള്ള പ്രമുഖരായ നേതാക്കൾ വലിയ ചുടുകാടിന് പുറത്ത് എത്തിക്കഴിഞ്ഞു. പക്ഷേ കത്തുന്ന ഈ ചിത അത് അണഞ്ഞിട്ടില്ല. അവിടേക്ക് പുറത്തു നിന്നുള്ള പ്രവർത്തകർ, പുറത്തുനിന്ന് ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ കഴിയാതെ പോയ പ്രവർത്തകർ ഇപ്പോൾ തുറന്ന ഗേറ്റിലൂടെ ഉള്ളിലേക്ക് കടക്കുകയാണ്. അവസാനമായ ഒരിക്കൽ കൂടി ഒരു മുദ്രാവാക്യം കൂടി, കണ്ണേ കരളെ VSA എന്ന് ഒരിക്കൽ കൂടി മുദ്രാവാക്യം വിളിക്കാൻ വേണ്ടി അവർ ആ ചിതയുടെ അരികിലേക്ക് എത്തുന്നതാണ് നമ്മൾ കാണുന്നത്. ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് വീണ്ടും ആവർത്തിച്ച് അവർ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ചിതയിലേക്ക് ആ ചിത നിൽക്കുന്ന ഭാഗത്തേക്ക് പുറത്തു നിന്നുള്ള പ്രവർത്തകർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മാർഷൽ വി സെബാസ്റ്റ്യൻ എൻ്റെ കൂടെ ഉണ്ട്. മാർഷൽ, ഒരുപക്ഷെ കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ അനുപമമായ ഒരു ഏട് അവസാനിക്കുന്നു. ഒരുപക്ഷെ നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുള്ള വിലാപയാത്രകളുടെയോ സംസ്കാര ചടങ്ങുകളുടെയോ ഒക്കെ പൂർവ്വ മാതൃകകളെല്ലാം മാറുന്ന വിധത്തിൽ VS ജനങ്ങളുടെ ഹൃദയത്തിൽ അനശ്വരനാവുകയാണ്. തീർച്ചയായിട്ടും കനത്ത മഴ, ആ മഴയെ അതിജീവിച്ചുകൊണ്ട് ഇപ്പോൾ ഇതാ കണ്ണേ കരളേ എന്നുള്ള വിളി ആ മഴയ്ക്കും അതിഥിയുമായി മുന്നോട്ടും ഉയർന്നു കേൾക്കുന്ന ഒരു ശബ്ദം നമുക്ക് കാണാം. ഈ മഴയത്തും VSന് നേതാവിന് യോജിക്കുന്ന തരത്തിലുള്ള യാത്രയപ്പ് നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ആലപ്പുഴയില് പുന്നപ്രയില് വലിയ മനുഷ്യൻ അർഹിക്കുന്ന അതേ ആദരവ് നൽകിക്കൊണ്ടുള്ള യാത്രയപ്പ് നൽകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതുവരെ ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ ഇത്രയും മുതിർന്ന യാത്രയപ്പ് നൽകിയ ചരിത്രം കാണുന്നില്ല. കേരളം കണ്ടുകൊണ്ടിരുന്നത് കണ്ണേ കരളെ VSA എന്നുള്ള വിളി മാത്രമല്ല, മരിക്കുന്നില്ല, ഞങ്ങളുടെ മനസ്സിൽ തന്നെ ഉണ്ട് എന്നുള്ള മുദ്രാവാക്യം തുടർച്ചയായിരുന്നു. ആ തുടർച്ച കേട്ടുകൊണ്ടാണ് നമ്മൾ വന്നത്. ആ തുടർച്ച അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് ഈ കോരിച്ചൊരിയുന്ന മഴയത്തും ഭൗതിക ദേഹത്തിന് മുമ്പ് അവർ വീണ്ടും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ മലയാളിക്ക് മറക്കാൻ കഴിയാത്ത VS രാഷ്ട്രീയൻ, അല്ലെങ്കിൽ VSന്റെ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് വിപ്ലവ സൂര്യനായി മാറിയ VSന്റെ ആ ഓർമ്മ ഇനിയും ജ്വലിക്കും. നമുക്ക് ഈ വലിയ ചുടു തന്നെ KR ഗൗരിയമ്മ, K ചന്ദ്രപ്പൻ, P കൃഷ്ണപിള്ള ML കേരളം കണ്ട കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഉജ്ജ്വലമായ ചരിത്ര ഏടുകളിലേക്ക് VS കൂടി കടന്നു പോവുകയാണ്. VSന് വഴിതെളിച്ച ഒരുപാട് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഉറങ്ങുന്ന മണ്ണിലേക്ക് VSും ചേർന്നിരിക്കുന്നു. കനത്ത മഴയെ, കോരിച്ചൊരിയുന്ന മഴയെ, ആലപ്പുഴയുടെ ആകാശത്തു നിന്ന് പെയ്തിറങ്ങിയ വലിയ സങ്കടത്തെ ഹൃദയത്തിലേറ്റിക്കൊണ്ട് അപ്പോഴും ഇടറുന്ന ശബ്ദത്തിലെങ്കിലും ആകാശം പൊട്ടുമാറുച്ചത്തിൽ വിളിച്ച മുദ്രാവാക്യങ്ങളിലൂടെ VS തന്നെയായിരിക്കും എന്നത്തേക്കും തങ്ങളുടെ നേതാവ് എന്നത് വിളിച്ചു പറയുന്നു. ഈ പാർട്ടിയെ പടുത്തുയർത്തിയ നേതാക്കളിൽ ഒരാളാണ്. ഈ പാർട്ടിയെ ആഴത്തിൽ കമ്മ്യൂണിസ്റ്റുകാരന്റെ നെഞ്ചിൽ കൊത്തിവെച്ച നേതാക്കളിൽ ഒരാളാണ്. VS അച്യുതാനന്ദൻ മടങ്ങുമ്പോൾ, VS അച്യുതാനന്ദൻ മറയുമ്പോൾ, VS അച്യുതാനന്ദനെ വലിയ ചുടുകാട് ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയടക്കുമ്പോൾ ആ മുദ്രാവാക്യം വിളികളിലൂടെയല്ലാതെ ഒരു കമ്മ്യൂണിസ്റ്റുകാരന് എങ്ങനെയാണ് ഐക്യദാർഢ്യപ്പെടാൻ കഴിയുക? VS അച്യുതാനന്ദൻ എന്ന കേരള രാഷ്ട്രീയത്തിന്റെ അതികായൻ ഓർമ്മയാകുന്ന രാത്രിയാണ് ഇത്. എത്രയെത്ര ഓർമ്മകൾ, എത്രയെത്ര ത്യാഗനിർഭരമായ സ്മരണകൾ നമ്മുടെ മനസ്സിൽ അലയടിച്ചു വരികയാണ് ഓരോ തലമുറകളിലൂടെ. VSന്റെ രാഷ്ട്രീയവും വളർച്ചയും VS പറഞ്ഞ വഴിയും വിളക്കും നമ്മുടെ മുന്നിലേക്ക് ഏറ്റുവാങ്ങിയ തലമുറകൾ എത്രയാണ്. VSന്റെ 70കൾ നമ്മൾ കണ്ടിട്ടുണ്ട്. VSന്റെ 80കളിൽ VS മുഖ്യമന്ത്രിയായത് നമ്മൾ കണ്ടിട്ടുണ്ട്. VSന്റെ 20കളിൽ പാർട്ടി പതാകയെ അഭിമാനത്തോടെ നെഞ്ചോടടുക്കി പിടിച്ച VSന്റെ യുവത്വം നമ്മൾ കണ്ടിട്ടുണ്ട്. VSന്റെ അടിയന്തരാവസ്ഥ കാലം നമ്മൾ കണ്ടിട്ടുണ്ട്. VSന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടം നമ്മൾ കണ്ടിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ടപ്പോൾ ജയിലിലും പുറത്തും ഒളിവിലും കഴിഞ്ഞ VSനെ നമ്മൾ കണ്ടിട്ടുണ്ട്. രാജ്യമാകെ സ്വാതന്ത്ര്യത്തിന്റെ ഘോഷമുയരുന്ന സമയത്ത് കാരാഗൃഹത്തിൽ കഴിയുന്ന VSനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ എത്രയെത്ര ചരിത്രത്തിന്റെ ഭാഗമായി കേരളത്തിന്റെ തന്നെ ചരിത്രമായി മാറിയ വലിയ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ ആ ഓർമ്മകൾ എല്ലാ കാലവും നമ്മുടെ ഹൃദയത്തിൽ കൊത്തിവെച്ച ശിലാഫലകങ്ങളായി തുടരുമെന്നതിന് മറ്റ് സാക്ഷ്യങ്ങളില്ല. ഈ പെരുമഴയത്തും കുറച്ചു മുമ്പ് ഒരു കുരുന്നു കൈകൾ ആകാശത്തേക്ക് ഉയർത്തി എന്തെന്നറിയാത്ത മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നുണ്ടായിരുന്നു. ചരിത്രം അവരോട് പിന്നെയും പറയും, അന്ന് ഓർമ്മയായത് VS ആണ്, അന്ന് ഓർമ്മയായത് കേരളത്തിന്റെ ചരിത്രത്തിന്റെ മനോഹരമായ ഒരു ഏടാണ്. ആ ഏട് നിങ്ങൾ പഠിക്കേണ്ടതാണ്, നിങ്ങൾ പങ്കുവെക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള മനുഷ്യർ കൂടി നേടിത്തന്നതാണ് ഈ നാളുകളിൽ നിങ്ങൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യമെന്നും നിങ്ങൾ അനുഭവിക്കുന്ന ആത്മവിശ്വാസമെന്നും ആ കുരുന്നുകളോട് കാലം വിളിച്ചു പറയും. അതിനുവേണ്ടി കൂടിയുള്ള ദിനവും മണിക്കൂറുകളുമാണിത്.